ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ കുറേ നാൾ കണ്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ കരുതി കരുതി വെച്ചേക്കോട്ടെ. പക്ഷെ ഇത്ര നാളും എനിക്ക് ഇതുവരെ അതിനുള്ള സാഹചര്യം കിട്ടിയില്ല. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണോ? അതൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഇതുവരെയും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇടയ്ക്ക് വെച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അത്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും അത് ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം, പിന്നെ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും പറയാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം, വായോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തക്കാളി, അത്യാവശ്യം വലിയ 2 തക്കാളിയുടെ ആ മേൽഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അത്യാവശ്യം കുറച്ചധികം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വലിയ വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ട് ഞാനൊരു 4-5 എണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താണ് കേട്ടോ ചേർത്തേക്കുന്നത്. അപ്പൊ ചെറുതാണെങ്കിൽ ഒരു 8-9 ഒക്കെ എടുക്കാം. ഇനി ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുനുകുനാന്ന് അരിഞ്ഞെടുത്ത് ചേർത്താലും മതി. അപ്പം ഇനി നമുക്ക് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് സ്പ്രെഡ് ആക്കി വെച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെക്കുമ്പോഴേക്ക് പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടും. അപ്പൊ നമുക്കൊന്ന് അടച്ചു വെക്കാം. അവിടെ ഇരുന്നൊന്ന് കുക്കായി വരട്ടെ. ഇപ്പൊ ദാണ്ടേ നമ്മുടെ തക്കാളിയുടെ ഒക്കെ ഒരു ഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. തക്കാളിന്റെ ഒക്കെ തൊലി ഇളകി വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗവും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഒക്കെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇപ്പൊ ദാണ്ട ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു മാഷർ വെച്ചിട്ട് നല്ല പോലെ ഞാനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ തക്കാളിന്റെ തൊലി ആദ്യമേ എടുത്ത് അങ്ങ് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഞാൻ ഉടച്ചതിന് ശേഷം ഒന്ന് എടുത്ത് കളയാന്ന് വെച്ചിട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഫസ്റ്റ് ഇത് നല്ലപോലെ ഇതുപോലെ ഒരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ടാണ് ഞാനൊന്ന് ഉടച്ചെടുക്കുന്നത്. നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ ദാണ്ട ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തൊലിയൊക്കെ തൊലി കളഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ ഉടച്ചെടുത്തത് കൊണ്ട് തന്നെ ഈ തൊലിയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറി ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പൊ ഈ തൊലിയൊക്കെ ഇതുപോലെ ഒരു എന്തെങ്കിലും വെച്ച് എടുത്തങ്ങ് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ബേസിക് മസാലകൾ തന്നെ ഉള്ളൂ, അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പൊ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ആ പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുന്നവരെയും ഒന്ന് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഗരം മസാലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗരം മസാല ചേർക്കുന്നില്ല. ഗരം മസാല ചേർത്തില്ലെന്നും പറഞ്ഞ് ഈ ഒരു റെസിപ്പിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഞാനൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 2-3-4 ഒക്കെ മുട്ട എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ ഇത്. ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഉണ്ടാക്കാത്തത്. അപ്പോഴേ ഞാൻ കരുതി എന്നാൽ ഇപ്പൊ അങ്ങ് ഉണ്ടാക്കി നോക്കാത്. നല്ലപോലെ മിക്സ് ആക്കിയ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് മസാലയായിട്ട് ഇതുപോലെ യോജിച്ച് വരണം. അപ്പൊ ദാണ്ടെ നന്നായിട്ട് ഒന്ന് വെന്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ഇട്ട് കൊടുക്കാം. ഈ മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പാണേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ ദാണ്ടെ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ബിരിയാണി റൈസ് ആണ് എടുത്തത്. അപ്പൊ ബിരിയാണി റൈസിലോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചോറിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരിയൊക്കെ യൂസ് ചെയ്യാം. ബിരിയാണി റൈസ് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. കുറച്ച് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം തലേന്ന് രാത്രി ഒന്ന് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് നമുക്കിങ്ങനെ മസാല ഉണ്ടാക്കി ഇങ്ങനെ പെട്ടെന്ന് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് നല്ലതാണ്. അപ്പൊ ദാണ്ടെ ഇതുപോലെ ഇനി നന്നായിട്ട്
നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ഒരു റൈസാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാനിവിടെ ഇത് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല അടിപൊളി ഒരു റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോഴേ നല്ല ചന്തമല്ലേ കാണാനായിട്ട്. ആ മുട്ടയൊക്കെ പുറമേ അങ്ങനെ കാണാനില്ലെങ്കിലും ഈ റൈസ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ നമുക്ക് അറിയാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കാതായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഉണ്ടാക്കി നോക്കിക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ തന്നേക്കണേ. അപ്പൊ നമുക്ക് ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.